ഹൃദയ നവീകരണത്തിൻ്റെയും ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെയും സന്ദേശം പേറുന്ന ഈ ഇടവകയുടെ തിരുനാൾ സാഘോഷം നമ്മൾ ആചരിക്കുന്നു. ദൈവത്തിൻ്റെ അലൗകികമായ അനുഗ്രഹങ്ങൾ സമർത്ഥമായി വർഷിക്കപ്പെടുന്ന ഈ സമയത്ത് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം നമ്മൾക്ക് അഭയവും കോട്ടയും സങ്കേതവും ആയി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ചിട്ടുള്ള ഒരുവനെയും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അമ്മ ആവശ്യപ്പെട്ടാൽ സ്വർഗം തുറക്കപ്പെടും. അമ്മ തുറന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ എന്നേക്കുമായി നമുക്ക് തുറക്കപ്പെടും. ആ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾക്ക് അഭയപ്പെടാം. സ്നേഹമുള്ളവരെ, ഭാരതത്തിൻ്റെ ഇതര പ്രദേശങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘടിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിൽ ആകുലരാണ് മതന്യൂനപക്ഷങ്ങൾ. ആസൂത്രിതമായ നീക്കങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയേണ്ട ഭാരതത്തിൽ നിത്യേന നടക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മളും അസ്വസ്ഥരാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, പീഡിത സഭ മാത്രമേ ലോകത്തിൽ വളരുകയുള്ളൂ. പീഡിത സഭ മാത്രമേ കർത്താവിൻ്റെ സ്നേഹത്തെ ഈ ലോകത്തിൽ സധൈര്യം പ്രഘോഷിക്കുകയുള്ളൂ. ആകയാൽ നമ്മുടെ വിശ്വാസത്തിൽ വളരുവാനുള്ള ആഹ്വാനമാണ് ഇവയൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഇതിനേക്കാൾ തേജസ്സുള്ളതായി തീരും, ഇതിനേക്കാൾ ശ്രേഷ്ഠമായി തീരും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ ശിഷ്യ സമൂഹത്തോട് പറയുന്നു, ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാനും ഏറ്റുപറയും. ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാനും തള്ളിപ്പറയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈ പ്രഘോഷണം നടത്തുവാനുള്ള അവസരമാണ് ദൈവം ഒരുക്കുന്നത്. അതിൻ്റെ ഫലമോ അവൻ നമ്മളായിരിക്കുന്നിടത്ത് ഏറ്റുപറയും, അവൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ. വീണ്ടും മലയിലെ പ്രസംഗത്തിൽ യേശു തമ്പുരാൻ വ്യക്തമാക്കുന്നു, സ്വർഗരാജ്യത്തിനു വേണ്ടി സഹിക്കുമ്പോൾ മനുഷ്യരെല്ലാ ദുഷ്കാര്യങ്ങളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുക, നിങ്ങളുടെ പ്രതിഫലം വലുതാകും. അതെ, വീൺ വാക്കുകളല്ല ഇവയൊന്നും. ഇത് നമ്മുടെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കേണ്ട
യാഥാർത്ഥ്യം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാനുള്ള വലിയ ഒരവസരം കൂടിയാണ് ഈ തിരുനാൾ ആഘോഷം, ഈ വിശ്വാസ പ്രഖ്യാപന വിശുദ്ധ റാസ. സ്നേഹമുള്ളവരെ, നൊയമ്പകാലം ആരംഭിക്കുന്നു. നാളെ നമ്മൾ വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ വിവാഹ വിരുന്നിന്റെ ശ്രേഷ്ഠമായ വിവരണം. ആ വീട്ടിലെ കുറവ് അമ്മ മനസ്സിലാക്കുന്നു. ആ കുറ്റം നമ്മളെ പോലെ പറഞ്ഞുകൊണ്ട് നടക്കാതെ കുറവുകൾ പരിഹരിക്കുവാൻ പ്രാപ്തിയുള്ളവനായ തന്റെ ഏകപുത്രനോട് അവൾ ഉണർത്തിക്കുന്നു. അമ്മ പരിചാരകരോട് പറയുന്നത് ഒരു കാര്യം മാത്രം: അവൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾ ചെയ്യുക. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ആനന്ദപ്പള്ളി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന്റെ ഇടവക തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഭക്തിനിർഭരമായ റാസയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന്റെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഭക്തിനിർഭരമായ റാസ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഈ യാത്ര ഈ നാടിനെ അനുഗ്രഹിച്ചുകൊണ്ട്, ഈ നാട്ടുകാരെ അനുഗ്രഹിച്ചുകൊണ്ട്, യാചനകളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവജനം ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു.
നിർത്തിയിടരുതേ മാതാവേ. ൾക്കായുള്ളർദ്ധനനെ ഏകാത്മജനോടർത്തിക്കാം ഞങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എന്നും നമ്മുടെ മേലും വിശേഷിച്ച് റാസിയെ സംബന്ധിക്കുന്നവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ